തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരെയും ആത്മീയമായി ബലപ്പെടുത്തുന്നതിന് വേണ്ടി വിശുദ്ധ ഗ്രന്ഥത്തിൽ പുതിയ നിയമത്തിലെ വിശുദ്ധ യാക്കോബ് ശ്ലീഹ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളെല്ലാവരെയും പറഞ്ഞ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാധിക്കുന്നവരൊക്കെ വിശുദ്ധ ഗ്രന്ഥം തുറക്കുന്നു. നമുക്കൊരുമിച്ച് വായിച്ച് ഈ വചനത്തിൻ്റെ അഭിഷേകം പ്രാപിക്കാം. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 5-6 തിരുവചനങ്ങൾ. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 3 വേഴ്സ് 5 and 6. നമുക്കൊരുമിച്ച് വായിച്ച് ഈ വചനത്തിൻ്റെ അഭിഷേകം പ്രാപിക്കാം. നാവ് വളരെ ചെറിയ അവയവമാണ്, എങ്കിലും അത് വൻപ് പറയുന്നു. ചെറിയ ഒരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുക. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിലൊന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. നരകാഗ്നിയിൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ടുപഴുപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പലതവണ വായിച്ച് ധ്യാനിച്ചിട്ടുള്ള വചനമാവും. എങ്കിലും ഈ ശുശ്രൂഷ സമയം പരിശുദ്ധാത്മാവ് നമ്മളോടൊക്കെ വ്യക്തിപരമായി സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. വായിച്ച വചനം ഒരിക്കൽ കൂടെ വായിക്കാം. നാവ് വളരെ ചെറിയ അവയവമാണ്, എങ്കിലും അത് വൻപ് പറയുന്നു. ചെറിയ ഒരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുക. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിലൊന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. നരകാഗ്നിയിൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ടുപഴുപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ സമയം പരിശുദ്ധാത്മാവ് നമ്മുടെയൊക്കെ നാവിനെ ശ്രദ്ധിക്കണമെന്ന് ആവർത്തിച്ച് പഠിപ്പിക്കുകയാണ്. പലതവണ നാവിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ നാവ് അത് തീയാണ്. നമ്മുടെ നാവ് അത് തീയാണ്. കൃത്യമായി ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 3 സമയം കിട്ടുമ്പോൾ വായിച്ച് ധ്യാനിക്കാൻ പറ്റിയ അധ്യായമാണ്. നമ്മുടെ നാവ് അത് തീയാണ്. യാക്കോബ് ശ്ലീഹ എന്താ പറയുന്നത്? നാവ് വളരെ ചെറിയ ഒരു അവയവമാണ്, അല്ലേ? നമ്മുടെ നാവ് നോക്കിക്കേ, അത് ചെറിയ അവയവമാണ്. പക്ഷേ ഈ ചെറിയ അവയവമാണ് നമ്മുടെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന അവയവം. ഇപ്പോൾ ഉദാഹരണത്തിന്, എനിക്ക് 75 കിലോ ഭാരമുണ്ട്. പക്ഷേ വെറും 70 ഗ്രാം മാത്രമുള്ള ഈ നാവാണ് ശരീരത്തെ നിയന്ത്രിക്കുന്നത്. അപ്പം ചെറിയ ഒരവയവം, പക്ഷേ നമ്മുടെ ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കണം. യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കുന്നത് എന്താ? നാവ് അത് ചെറിയൊരു തീപ്പൊരി പോലെ വനത്തെ മുഴുവൻ ചാമ്പലാക്കും. ചെറിയൊരു തീപ്പൊരി മതി, അല്ലേ? നമുക്കറിയാമല്ലോ, ഓസ്ട്രേലിയയിൽ 2019-20 ആയിട്ട് നടന്ന വലിയ തീപിടുത്തം, വനത്തിലെ തീപിടുത്തം, കാട്ടുതീ. ചെറിയൊരു തീപ്പൊരിയാണ്, ഏക്കർ കണക്കിന് സ്ഥലം. എത്ര വലിയ നഷ്ടമാണ് വരുത്തിയത്. ചരിത്രത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്രകാരം അനേക കാട്ടുതീ പടർന്ന് അനേക സ്ഥലങ്ങളിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വലിയ ദുരന്തം 1825 കാനഡയിലുണ്ടായ കാട്ടുതീയാണ്. അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയയിലുണ്ടായതും കാലിഫോർണിയയിലുണ്ടായതുമായിട്ടുള്ള തീപിടുത്തങ്ങളൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ചെറിയ തീപ്പൊരി വനത്തെ മുഴുവൻ ചാമ്പലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മുടെ സംസാരത്തെ ശ്രദ്ധിക്കണമെന്ന് കൃത്യമായി പരിശുദ്ധാത്മാവ് ഈ സമയം
നമ്മളോടൊക്കെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ നാവിനെ നമ്മൾ ശ്രദ്ധിക്കണം. നാവിൽ നിന്ന് വരുന്ന വാക്കുകളെ ശ്രദ്ധിക്കണം. ഒരു ചെറിയ തീപ്പൊരി മതി. പ്രത്യേകിച്ച് ഈ സമയത്ത് ധ്യാനിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപക്ക ബന്ധങ്ങളിൽ, നമ്മുടെ സൗഹൃദ വലയങ്ങളിൽ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ നാവ് എപ്രകാരമാണ് ഒരു തീയായി മാറുന്നതെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ചില വചനങ്ങളിലൂടെ നമ്മൾ ധ്യാനിക്കുകയാണ്. വായിച്ച് ധ്യാനിക്കാൻ പറ്റിയ മറ്റൊരു വചനം അത് സുഭാഷിതങ്ങളുടെ പുസ്തകമാണ്. വചനം തുറക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം, ബുക്ക് ഓഫ് പ്രൊവേർബ്, 16-ാം അധ്യായം, അതിൻ്റെ 27-ാം തിരുവചനം. ബുക്ക് ഓഫ് പ്രൊവേർബ് ചാപ്റ്റർ 16 വേഴ്സ് 27. വചനം പറയുന്നു, വില കെട്ടവൻ തിന്മ നിരൂപിക്കുന്നു, അവൻ്റെ വാക്ക് പൊള്ളുന്ന തീ പോലെയാണ്. വിലകെട്ട വാക്ക് അത് പൊള്ളുന്ന തീ പോലെയാണ്. ബുക്ക് ഓഫ് പ്രൊവേർബ് ചാപ്റ്റർ 16 വേഴ്സ് 27. Their speech is like a scorching fire. അതൊരു തീ സമാനമാണ്, തീ പോലെയാണ്. നമ്മുടെ വീട്ടിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മുടെയൊക്കെ കുടുംബ ബന്ധങ്ങളിൽ പ്രിയപ്പെട്ടവരെ, എപ്രകാരമാണ് നമ്മുടെ സംസാരം വലിയ തീ പോലെ മറ്റുള്ളവരെ ദഹിപ്പിക്കുന്നത്. നമ്മളൊക്കെ ദഹിപ്പിക്കുന്ന നോട്ടം എന്ന് കേട്ടിട്ടുണ്ട്. എന്ന പോലെയാണ് ചിലരുടെയൊക്കെ ദഹിപ്പിക്കുന്ന സംസാരങ്ങൾ. നാളുകൾക്ക് മുമ്പ് ഒരു കൗൺസിലിംഗ് അവസരത്തിൽ ഭർത്താവ് എന്നോട് പറയുക, അച്ഛാ, എൻ്റെ ഭാര്യ അവൾ നാവെടുത്താൽ എപ്പോഴും പറയുന്നത് കുടുംബത്തെ ശപിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങളാണ്. അപ്പം ഞാൻ ഈ ഭാര്യയോട് സംസാരിക്കാൻ ഇടവന്നു. അപ്പോൾ ഭാര്യ ആദ്യം പറഞ്ഞ ഡയലോഗ് എന്താണെന്നറിയാവോ? അച്ഛാ, ഈ മനുഷ്യനെ കെട്ടിയതോടുകൂടെ എൻ്റെ ജീവിതം നരകതുല്യമായി. എൻ്റെ മുമ്പിൽ പോലും അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും വീട്ടിൽ പറയുന്നത്? കല്യാണം കഴിച്ചതോടുകൂടെ എൻ്റെ ജീവിതം നരകതുല്യമായി. എല്ലാ ദിവസവും രാവിലെ തന്നെ ഈ ഭാര്യ വീട്ടിൽ ഇങ്ങനെ പ്രഘോഷിക്കും, എൻ്റെ ജീവിതം നരകതുല്യമായി, എൻ്റെ ജീവിതം നരകതുല്യമായി. മറ്റുള്ളവരെ ദഹിപ്പിക്കുന്ന വാക്ക്, നമ്മുടെ സംസാരം മറ്റുള്ളവരെ അത് ദഹിപ്പിക്കുകയാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവിൻ്റെ സംസാര ശൈലികളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? ദഹിപ്പിക്കുന്ന തരത്തിലുള്ള സംസാര ശൈലി. ഈ നരകത്തിലോട്ടാണല്ലോ എന്നെ കെട്ടിയെടുത്തത്. ഭാഷയാണ് ചിലരുടെയൊക്കെ. ഈ നരകത്തിലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സംതൃപ്തമല്ലാത്ത ഒരു മനസ്സിൻ്റെ ഉടമ. നിന്നെ കെട്ടിയതോടുകൂടെ എൻ്റെ ജീവിതം തീർന്നു. കുടുംബത്തിലെ സംസാരം എപ്രകാരമാണ് തീയായി മാറുന്നത് എന്ന് ധ്യാനിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുടുംബ ബന്ധങ്ങളിൽ സംസാരം തീയായി മാറി മറ്റുള്ളവരെ ദഹിപ്പിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ സൂക്ഷിക്കണ്ടേ. ഒരു ചെറിയൊരു വാക്ക് മതിയല്ലോ, ഒരു ചെറിയ വാക്ക്, അതിങ്ങനെ കുടുംബത്തെ മുഴുവൻ ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അല്ലേ? ചെറിയൊരു വാക്ക്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഒരു സ്വഭാവമാണ്, നമ്മൾ പലതും മറക്കത്തില്ല. അതെല്ലാം ഹൃദയത്തിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചോണ്ടിരിക്കും. നീ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ എന്നിങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമ്മുടെ സംസാരങ്ങൾ, അതൊരു കുടുംബം എന്ന് പറയുമ്പോൾ ഒരു ഇടവകയിലാണെങ്കിലോ, ഒരു വികാരി അച്ഛനും ഇടവക ജനങ്ങളും തമ്മിലുള്ള ബന്ധം. കുറച്ച് നാളുകൾക്ക് മുമ്പ് തമാശ രൂപേണ ഒരു കുടുംബാംഗം പറയുകയാണ്, അച്ഛാ, ഞങ്ങളുടെ ഞായറാഴ്ച പള്ളിയിൽ പ്രസംഗം, എല്ലാ ഞായറാഴ്ചയും വികാരിയച്ഛൻ എന്തെങ്കിലും പറഞ്ഞ് ഒരു ബോംബിടും. ഏതെങ്കിലും കുടുംബത്തെയോ കുടുംബാംഗത്തെയോ കുറിച്ച് പറഞ്ഞ് ആ കുടുംബത്തിൽ ഒരു തീയിടും. പ്രിയപ്പെട്ടവരെ, സംസാരം അതൊരു വൈദികനാവാം, ഒരു സാധാരണക്കാരനാവാം, ആരുമായിക്കൊള്ളട്ടെ, ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നാവ് തീയാണ്. വീണ്ടും നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള വചനം അത് സുഭാഷിതങ്ങളുടെ പുസ്തകം 11-ാം അധ്യായം 9-ാം വചനം. ബുക്ക് ഓഫ് പ്രൊവേർബ് ചാപ്റ്റർ 11 വേഴ്സ് 9. വചനം പറയുന്നു, അധർമ്മി വാക്കുകൊണ്ട് അയൽക്കാരനെ നശിപ്പിക്കും. നമ്മുടെ അയൽവക്ക ബന്ധങ്ങളെക്കുറിച്ച് ധ്യാനിക്കുക. അധർമ്മി വാക്കുകൊണ്ട് അയൽക്കാരനെ നശിപ്പിക്കുമെന്ന് പറയണം, നശിപ്പിക്കും. ബുക്ക് ഓഫ് പ്രൊവേർബ് ചാപ്റ്റർ 11 വേഴ്സ് 9. വിത്ത് ദെയർ മൗത്ത്സ് ദ ഗോഡ്ലെസ് വുഡ് ഡിസ്ട്രോയ് ദെയർ നൈബേഴ്സ്. വാക്ക് തീയാണ്.
അത് നശിപ്പിക്കും. മറ്റുള്ളവരെയൊക്കെ നശിപ്പിക്കും. മറ്റുള്ളവരെ നശിപ്പിക്കും. ഏതോ ഒരു സിനിമയിലെ കഥാപാത്രം പറഞ്ഞതുപോലെ ഇതാ പുരയ്ക്ക് തീ പിടിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് വിളിച്ചു പറയുകയാണ്, നാട്ടുകാരെ ഓടി വരണേ, പുരയ്ക്ക് തീ പിടിച്ചേ, നാട്ടുകാരെ ഓടി വരണേ, പുരയ്ക്ക് തീ പിടിച്ചേ. ജീവിതത്തിൽ മിന്നലേറ്റവൻ, പൊള്ളലേറ്റവൻ, മറ്റുള്ളവരുടെ വാക്കുകൊണ്ട് പൊള്ളലേറ്റവൻ, അവൻ എന്തു ചെയ്യും? അവൻ സ്വയം നശിക്കുമെന്ന് മാത്രമല്ല മറ്റുള്ളവരെ നശിപ്പിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെയല്ലേ? ചെറിയൊരു വാക്ക്, അയൽപക്ക ബന്ധങ്ങൾ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തുള്ള കുടുംബങ്ങളോടുള്ള നമ്മുടെയൊക്കെ പെരുമാറ്റ ശൈലിയെക്കുറിച്ച് ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. അവരോടൊക്കെയുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ ഇപ്പോഴും ഉണ്ടോ? അതോ ചില കുടുംബങ്ങളോടൊക്കെ ബന്ധങ്ങൾ വർഷങ്ങളായിട്ട് നിന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ അത് വീണ്ടും തിരിച്ചു പിടിക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നില്ലേ? എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ സംസാരം കൊണ്ടായിരിക്കാം മുറിവേറ്റ് ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയത്. ഒന്ന് ധ്യാനിച്ച് നോക്കിക്കേ. നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബത്തിലെ പ്രശ്നത്തെക്കുറിച്ച് കേട്ടത് ഇങ്ങനെയാണ്. 2 കുടുംബങ്ങൾ തമ്മിൽ വലിയ പ്രതിസന്ധിയിലാണ്. അതൊരു കൊലപാതകത്തിൽ അവസാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണത്തെക്കുറിച്ച് അന്വേഷിച്ചു വന്നപ്പോൾ എന്താണെന്നറിയോ? അതിർത്തി തർക്കം അതിരൂക്ഷമായി. ആദ്യം 2 വീട്ടിലെയും സ്ത്രീകൾ തമ്മിലായിരുന്നു വഴക്ക്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കുടുംബനാഥന്മാർ തിരിച്ചെത്തി. ഒരു വീട്ടിലേക്ക് കുടുംബനാഥൻ തിരിച്ചെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഭാര്യ ആദ്യം ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? ഇയാളെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാം? ഇയാളെന്താ ഒരു ആണാണെന്നും പറഞ്ഞ് നടക്കുന്നത്? ഈ മനുഷ്യൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ജോലി ചെയ്ത് വിഷമിച്ച് വീട്ടിലോട്ട് വന്ന മനുഷ്യനാണ്. അപ്പോൾ ഭാര്യ കലിതുള്ളി നിൽക്കുക. കാരണം അതിർത്തി പ്രശ്നം. അപ്പുറത്തെ വീട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കി അതിലിങ്ങനെ അരിശപ്പെട്ടിരിക്കുന്ന ഭാര്യ, ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വന്നിരിക്കുന്ന ഭർത്താവിനോട് എന്താ ചോദിച്ചെന്നറിയോ? ഇയാളെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാം? ഒരാണാണെന്ന് പറഞ്ഞ് നടക്കുവാണോ? അപ്പോൾ ഭർത്താവ് ഓൾറെഡി അസ്വസ്ഥനാണ്. അപ്പോഴാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇയാൾ ചോദിച്ചു, അതിനിപ്പം ഞാൻ എന്നാ വേണം? ഇയാൾ പോയിട്ട് ആ അതിർത്തി അങ്ങോട്ട് പൊളിച്ചുകളാ, ആ കെട്ടിയിരിക്കുന്ന വേലി അങ്ങ് തകർത്തുകളാ. അരിശവും ദേഷ്യവും ഇങ്ങനെ അരിശപ്പെട്ടിരിക്കുന്ന ഈ ഭർത്താവിൻ്റെ കയ്യിലേക്ക് ഭാര്യ അവിടെ ഇരുന്നൊരു വാക്കത്തിയും കൂടി എടുത്ത് വെച്ചു കൊടുത്തു. എന്തു പറയാൻ? കലിതുള്ളിയ ഭർത്താവ് നേരെ ചെന്ന് ഈ വേലി മുഴുവൻ വലിച്ചു പൊളിച്ച് പൊട്ടിച്ചു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരു വാക്ക്, ഇയാളെ കൊണ്ട് എന്തിനു കൊള്ളാം? ഇയാളൊക്കെ ഒരാണാണോ? വല്ല ഗുണമുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഭർത്താവിൻ്റെ അസ്തിത്വത്തെയാണ് ബാധിച്ചത്. അയാൾ കടന്നു ചെന്ന് അയാളുടെ ആണത്തം കാണിച്ചത് എന്താ? ആ വേലി മുഴുവൻ പൊളിച്ചു കളഞ്ഞു. ഉടനെ തന്നെ അപ്പുറത്തെ വീട്ടിലുള്ള ഭർത്താവും കൂടെ വന്നു. ഇത് 2 കുടുംബനാഥന്മാർ അതിർത്തി തർക്കം. 5 സെൻറ്റ് സ്ഥലമാണുള്ളത് 2 പേർക്കും. ഈ 5 സെൻറ്റ് സ്ഥലത്തിലാണ് ഈ അതിർത്തി തർക്കം രൂക്ഷമായപ്പോൾ അവിടെ ഇരുന്നൊരു കല്ലുകൊണ്ട് ഭർത്താവ് ഒരു കുടുംബനാഥൻ അപ്പുറത്തെ വീട്ടിലെ കുടുംബനാഥൻ്റെ തലക്കിട്ടടിച്ചു. അപകടകരമായ അവസ്ഥ. ആശുപത്രിയിൽ കുറച്ച് ദിവസം കിടന്നു. ആ മനുഷ്യൻ മരിച്ചു. കൊലപാതകത്തിന് ഇദ്ദേഹം ജയിലിൽ കിടക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ വാക്ക് തീയാണ്. നമ്മുടെയൊക്കെ സംസാരങ്ങൾ അത് തീയാണ്. മറ്റുള്ളവരെ ദഹിപ്പിച്ചു കളയും. നമ്മുടെയൊക്കെ സംസാരങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ അത് അപകടങ്ങൾ ഉണ്ടാക്കും. ചുറ്റുവട്ടത്തുള്ള ബന്ധങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംസാരം കൊണ്ട് ആ ബന്ധങ്ങളിലെ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോയെങ്കിൽ തമ്പുരാൻ്റെ മുമ്പിൽ മാപ്പ് ചോദിക്കാനും ആ കുടുംബങ്ങളോട് സ്നേഹത്തോടുകൂടെ ബഹുമാനത്തോടുകൂടെ സംസാരിക്കാനും ഒരു തീരുമാനമെടുക്കുക. പരിശുദ്ധാത്മാവ് അതിനല്ലേ ഈ സമയം ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ നിനക്ക് കർത്താവ് ഒരു സമയം ഒരുക്കിയിരിക്കുന്നത്. വായിച്ച് ധ്യാനിക്കാൻ പറ്റിയ മറ്റൊരു വചനം അത് പഴയ നിയമത്തിലെ ജോബിനെ കുറിച്ചാണ്. പഴയ നിയമത്തിലെ ജോബിന് നമുക്ക് പരിചയമുണ്ട്. സഹനത്തെക്കുറിച്ചൊക്കെ പലതവണ ധ്യാനിക്കുമ്പോൾ വായിക്കുന്ന വചനഭാഗം ജോബിനെ കുറിച്ചാണ്. ജോബിൻ്റെ ജീവിതത്തിലെ കഷ്ടത, ദുഃഖം അത് വളരെ വലുതാണല്ലോ. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഈ ജോബിൻ്റെ ജീവിതത്തിലൂടെ ജോബിൻ്റെ ചില കൂട്ടുകാരന്മാരുണ്ട്.
ഇവൻ കഷ്ടതയിലിരിക്കുകയാണ്. അവനുണ്ടായിരുന്ന സമ്പത്ത് നഷ്ടപ്പെട്ടു, പ്രിയപ്പെട്ടവരുടെ മരണം, എല്ലാം കൊണ്ട് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ കൂട്ടുകാരന്മാരെന്താ പറയണമെന്നറിയോ? കൂട്ടുകാരന്മാരെന്ന് പറയുന്ന കുറച്ച് പേര് വന്ന് ഈ ജോബിനെ ഉപദേശിക്കുകയാണ്. എടാ, നിൻ്റെ ജീവിതത്തിൽ ദൈവം ഇതെല്ലാം വരുത്തിയില്ലേ, നീ രക്ഷപ്പെടിയാലടാ. അപ്പം ജോബ് പറയുന്നൊരു വചനമുണ്ട്. ബൈബിള് തുറന്നേ, ജോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം. ജോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 1-2 തിരുവചനം. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 19 വേഴ്സ് 1 and 2. ജോബ് പറഞ്ഞു, എത്ര കാലം നിങ്ങൾ എന്നെ പീഡിപ്പിക്കുകയും വാക്കുകൊണ്ട് നുറുക്കുകയും ചെയ്യും. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 19 വേഴ്സ് 1 and 2. Then Job answered, how long will you torment me and break me in pieces with words? വാക്കുകൊണ്ട് എത്ര നാൾ നിങ്ങൾ എന്നെ മുറിപ്പെടുത്തും? പ്രിയപ്പെട്ടവരെ, ഈ സമയം നമ്മുടെയൊക്കെ ഫ്രണ്ട് സർക്കിൾ, നമ്മുടെയൊക്കെ ബന്ധങ്ങളെക്കുറിച്ച് ധ്യാനിക്കണം. നമ്മൾ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു, അയൽവാസികളെക്കുറിച്ച് പറഞ്ഞു, നമ്മുടെയൊക്കെ സൗഹൃദ വലയങ്ങളിൽ ഒരു പക്ഷേ എത്ര വലിയ ഹൃദയത്തോട് ചേർത്തിയ ചില ബന്ധങ്ങളൊക്കെയാണ് ഒരൊറ്റ വാക്ക് കൊണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ നമുക്കൊന്ന് തിരിച്ചു പിടിക്കാം. വാക്കുകൊണ്ട് മറ്റുള്ളവരെ മുറിപ്പെടുത്തുക, അതല്ലേ ജോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ജോബ് ചോദിക്കുകയാണ്, എത്ര കാലം നിങ്ങൾ എന്നെ പീഡിപ്പിക്കുകയും വാക്കുകൊണ്ട് നുറുക്കുകയും ചെയ്യും. വാക്കുകൊണ്ട് നുറുക്കുമെന്ന് പറഞ്ഞു, എത്ര കാലം നിങ്ങൾ എന്നെ നുറുക്കും, വേദനിപ്പിക്കും? പ്രിയപ്പെട്ടവരെ, വാക്കുകൊണ്ട് മറ്റുള്ളവരെ നമുക്ക് നുറുക്കാൻ സാധിക്കും, അല്ലേ? വേദനിപ്പിക്കാൻ സാധിക്കും. ചില കുത്തുവാക്കുകൾ പോരെ. എത്ര ശക്തമായിട്ടാണ് നമ്മളൊക്കെ മറ്റുള്ളവരെ ചില കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുന്നത്. എങ്കിൽ നമ്മുടെ സംസാര ശൈലി നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെയൊക്കെ സംസാര ശൈലിയിൽ വരുന്ന പാകപ്പിഴ കൊണ്ട് ഒരു വനത്തെ കത്തിച്ചാമ്പലാക്കുന്നത് പോലെ എത്ര വർഷം പഴക്കമുള്ള ചില ബന്ധങ്ങളെയാണ് നമ്മുടെ വാക്ക് നശിപ്പിച്ച് കളഞ്ഞത്. നമ്മുടെയൊക്കെ കൂടെ പഠിച്ച, വളർന്ന, നമ്മുടെയൊക്കെ ഇടവകയിലും നമ്മുടെയൊക്കെ സ്കൂളിലും കോളേജിലും ജോലിസ്ഥലത്തുമൊക്കെ ആയിരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, ഇന്നും അവരോടൊക്കെ അതേ സൗഹാർദ്ദം ഉണ്ടോ? അതോ എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ആ ബന്ധം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ഒരു പക്ഷേ നമ്മുടെ സംസാരം കൊണ്ടാണ് ആ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതെങ്കിൽ, എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണൊക്കെ ഉണ്ടല്ലോ, സാധിക്കുമെങ്കിൽ അവരെയൊക്കെ ഒന്ന് വിളിച്ച് ആ ബന്ധം ഒന്ന് പുനഃസ്ഥാപിക്കുക. അതിനുള്ള കൃപ കർത്താവ് ഈ ശുശ്രൂഷ സമയം നമ്മിലേക്ക് ചൊരിയുകയാണ്. വചനം നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം 52:2. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 52 വേഴ്സ് 2. വചനം എന്താ പറയണേ? വഞ്ചക, നിന്റെ നാവ് മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെയാണ്. വഞ്ചക, നിന്റെ നാവ് മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെയാണ്. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 52 വേഴ്സ് 2. യുവർ ടങ് ഈസ് ലൈക്ക് എ ഷാർപ്പ് റേസർ. വഞ്ചക, സങ്കീർത്തകൻ പറയുക. അപ്പോൾ വഞ്ചക എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് പുരുഷന്മാർക്ക് മാത്രമുള്ളതല്ല, സ്ത്രീകളോടും പറയാണ്, വഞ്ചകി, നിന്റെ നാവ് അതെന്താണ് പറയുന്നത്? മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെയാണ്, അല്ലേ? ക്ഷൗരക്കത്തി പോലെയാണ്, മൂർച്ചയുള്ളതാണ് സംസാരം. കഴിഞ്ഞ ദിവസം ഒരു മകൻ, അവൻ്റെ വിവാഹപ്രായമൊക്കെയായി, അവനിങ്ങനെ എൻ്റെ മുമ്പിൽ ഇരുന്ന് കരയുകയാണ്. ജോലിയുണ്ട്, അത്യാവശ്യം നന്നായിട്ട് ജീവിക്കാനുള്ളതെല്ലാം ഉണ്ട്. പക്ഷേ അവൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയോ? അച്ഛാ, എൻ്റെ അമ്മ എപ്പോഴും വീട്ടിൽ പ്രാകും. എന്നിട്ട് എപ്പോഴും എന്നോട് പറയും, നീ ജനിച്ചതോടുകൂടെ ഈ കുടുംബത്തിൻ്റെ ഗതി തീർന്നടാ, നീയാണ് ഈ കുടുംബത്തെ നശിപ്പിക്കുന്നത്. അപ്പം ഞാൻ ഇവനോട് ചോദിച്ചു, നീ നശിപ്പിക്കുന്നത് വല്ലതൊക്കെ ചെയ്യുന്നുണ്ടോ? അച്ഛാ, അങ്ങനെയൊന്നുമില്ല അച്ഛാ, എൻ്റെ ശമ്പളം കൊണ്ടാണ് കുടുംബം കടന്നു പോകുന്നത്, അതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എൻ്റെ അമ്മ എപ്പോഴും ഇങ്ങനെ പ്രാഗിക്കൊണ്ടിരിക്കും. ഒരു നല്ല വാക്ക് അച്ഛാ പറയത്തില്ല അച്ഛാ.
ഒരു നല്ല വാക്ക് പറയത്തില്ല. കല്യാണപ്രായമായ ചെറുപ്പക്കാരിരുന്നുകൊണ്ട് ഏങ്ങി ഏങ്ങി കരയാണ്. അച്ഛാ, ഞാൻ കല്യാണം കഴിച്ചൊരു പെണ്ണിനെയും കൊണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവൾക്ക് എങ്ങനെയാണ് അച്ഛാ സമാധാനം കിട്ടുന്നത്? അവൾക്ക് എങ്ങനെ സമാധാനം കിട്ടും അച്ഛാ? എൻ്റെ അമ്മ എപ്പോഴും പ്രാകുകയാണ്. നീ കാരണമാണ് ഈ കുടുംബം ഇങ്ങനെയായത്, നീ കാരണമാണ് ഈ കുടുംബം ഇങ്ങനെയായത്. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമല്ല, പറയുന്ന എനിക്കും കേൾക്കുന്ന നിന്നോടുമുള്ള വചനമാണ്. നമ്മുടെ സംസാരത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവരെ നശിപ്പിക്കുന്ന തരത്തിൽ മൂർച്ചയുള്ള വാക്കത്തി പോലെ, അല്ലേ, ക്ഷൗരക്കത്തി പോലെ. നമുക്കറിയാം തലമുടി വെട്ടാൻ ഉപയോഗിക്കുന്ന ക്ഷൗര എത്ര ഷാർപ്പാണ്. അതുപോലെ നശിപ്പിച്ചു കളയുന്ന നമ്മുടെ വാക്കുകൾ. ചിലരെയൊക്കെ അതുകൊണ്ടല്ലേ തമാശയ്ക്കാണെങ്കിലും പാഷാണത്തിൽ കൃമി എന്നൊക്കെ വിളിക്കുന്നത്. അതേ പാഷാണം വരുന്നു, അല്ലേ, വിഷമാണ്. ചിലരുടെയൊക്കെ സംസാരങ്ങൾ കണ്ടാലും കേട്ടാലും അറിയാം അത് മറ്റുള്ളവരെ നശിപ്പിക്കുന്ന തരത്തിലുള്ള സംസാര ശൈലി. വീണ്ടും വചനം നമ്മളെ പഠിപ്പിക്കുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം 18-ാം തിരുവചനം. ബുക്ക് ഓഫ് പ്രൊവേർബ് ചാപ്റ്റർ 12 വേഴ്സ് 18. തുളച്ചു കയറുന്ന വാളുപോലെ വീണ്ടും വിചാരമില്ലാതെ വാക്കുകൾ പ്രയോഗിക്കുന്നവരുണ്ട്. തുളച്ചു കയറുന്ന വാക്കുപോലെ വീണ്ടും വിചാരമില്ലാതെ. നമ്മുടെ സംസാരം വീണ്ടും വിചാരമില്ലാതെ ആവുന്നുണ്ടോ? ബുക്ക് ഓഫ് പ്രൊവേർബ് ചാപ്റ്റർ 12 വേഴ്സ് 18 says, rash words are like sword thirst. വീണ്ടും വിചാരമില്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒന്നും ചിന്തിക്കാതെ അങ്ങ് പറഞ്ഞു കളയുക, അല്ലേ? ചിലരൊക്കെ സംസാരിച്ച് വലിയൊരു പ്രതിസന്ധിയിൽ എത്തിച്ചു കഴിയുമ്പോഴത്തേക്ക് എന്തു പറയും? ഓ, ഞാൻ അത് ചുമ്മാ പറഞ്ഞതാ, അല്ലേ, ഞാനത് ആലോചിക്കാതെ പറഞ്ഞതാ, ഞാനത് വെറുതെ പറഞ്ഞതാ, അത് മറന്നു കളയാൻ പറ്റുമോ? നമ്മൾ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ മറക്കും, അല്ലേ? മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ നമ്മളെങ്ങനെ മറക്കും? പ്രിയപ്പെട്ടവരെ, വീണ്ടും വിചാരമില്ലാതെയുള്ള സംസാരം നമ്മുടെയൊക്കെ ജീവിതത്തിലെ ബന്ധങ്ങളെ തകർത്ത് കളയും. നാവ് തീയാണ്. ഇറ്റ്സ് എ ഫയർ. തമാശയ്ക്കാണെങ്കിൽ പോലും പറയുന്ന ചില കാര്യങ്ങൾ മറ്റുള്ളവരുടെ ഹൃദയത്തിനുള്ളിലേക്കാണത് ചെല്ലുന്നത്. അതവരെ വേദനിപ്പിക്കും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, ഒരു ദൈവമകൻ്റെയും ദൈവമകളുടെയും സംസാര ശൈലി ഈ കാലഘട്ടത്തിൽ എങ്ങനെ ഇത് വെളിപ്പെടുന്നത്? കൂടുതലും വെളിപ്പെടുന്നത് സോഷ്യൽ മീഡിയയിലാണ്. വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള മാധ്യമങ്ങളിലൂടെ. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? തോന്നുന്നത് എഴുതി വയ്ക്കാം, അല്ലേ? എനിക്കൊരു മെസ്സേജ് കിട്ടി, അത് വായിക്കുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ ഉള്ളിൽ തോന്നി, അല്ലേ? തോന്നിയതിന് മറുപടി അപ്പം എഴുതും. വീണ്ടും വിചാരമില്ലാതെ എന്നതാണെന്നൊരു ചിന്തയില്ല. പ്രത്യേകിച്ച് ഈ നാളുകളിലൊക്കെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ സഭയുടെയും അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തെ വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എഴുതി, അല്ലേ? തോന്നുന്നതൊക്കെ ഇതിനുവേണ്ടി തന്നെ കുത്തിയിരുന്ന് എഴുത്താണ്. പ്രിയപ്പെട്ടവരെ, നിന്റെ സംസാരം, നീ എഴുതുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ വിശ്വാസത്തെ വളർത്തുന്നുണ്ടോ? ഒരു ശുശ്രൂഷകൻ ഈ കഴിഞ്ഞ നാളിൽ കത്തോലിക്ക സഭയിലെ വിശ്വാസപരമായ ചില കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് തോന്നുന്നതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് വചനം പറയുന്നൊരു മനുഷ്യനാണ്. പക്ഷേ ഇപ്പം എന്ത് സംഭവിച്ചു? ഇപ്പം മുഴുവൻ ചില ആശയങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടത് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഇദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു, സഹോദരാ, ഇതാണോ ഇപ്പോഴത്തെ പരിപാടി? അല്പം കൂടെ കണ്ണ് തുറന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് വിശുദ്ധീകരിക്കണ്ടേ അച്ഛാ? സഭയ്ക്ക് വേണ്ടി ഇങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അച്ഛാ? സഭയ്ക്ക് വേണ്ടി എന്ന പോലെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ തോന്നുന്ന വിചാരങ്ങൾ മുഴുവൻ ഇങ്ങനെ എഴുതിപ്പിടിപ്പിക്കുന്നു. നമ്മുടെ സംസാരം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ടോ? നാവ് തീയാണ്. വീണ്ടും വിചാരമില്ലാതെ നമ്മുടെയൊക്കെ സംസാരങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാം തിരുവചനം. അല്പം കഠിനമായ ചില വാക്കുകളാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്,
അവർ തങ്ങളുടെ നാവ് വഞ്ചനയ്ക്ക് ഉപയോഗിക്കുന്നു. അവരുടെ അധരങ്ങളുടെ ചുവട്ടിൽ സർപ്പവിഷമുണ്ട്. 14 വചനം പറയുന്നു, അവരുടെ നാവ് ശാപവും അവരുടെ വായ് ശാപവും കയ്പും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവരുടെ തൊണ്ട തുറന്ന് ശവക്കുഴിയാണെന്നാണ് പറഞ്ഞത്. സംസാരത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നാവ് തീയാണ്. ആ തീ മറ്റുള്ളവരെ മുഴുവൻ ദഹിപ്പിക്കും. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ കർത്താവാണ് നമുക്കൊക്കെ ഒരവസരം തന്നത്. അങ്ങനെയെങ്കിൽ ഇത് വെറുതെ കേട്ട് ഒരു ചെവി കൂടെ കേട്ടും മറ്റു ചെവി കൂടെ വിടാനല്ല, മറിച്ച് നമ്മുടെ സ്വഭാവത്തെ വിശുദ്ധീകരിക്കാൻ കർത്താവ് അനുഗ്രഹിച്ചൊരു നിമിഷമാണ്. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 5-6 വചനം, നമ്മുടെ നാവ് അതൊരു ഫയറാണ്. നമ്മുടെ സംസാരത്തെ ഒരു തീയാണ്. നമ്മുടെ കുടുംബത്തെ, അയൽപക്ക ബന്ധങ്ങളെ, സൗഹൃദ വലയങ്ങളെ, ഇടവകയെ, രൂപതയെ, നമ്മളായിരിക്കുന്ന ദേശത്തെ, നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നാവിന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ അവരുടെ നാവിൽ നിന്ന് വരുന്ന ശാപവും കയ്പുമാണ്, ദുഃഖമാണ്, നിരാശയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ശ്രദ്ധിക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ സംസാരം മറ്റുള്ളവർക്ക് അനുഗ്രഹപ്രദമാകുവാൻ കൃപ ചൊരിയണമേ. പ്രിയപ്പെട്ടവരെ, അതിനുള്ള കൃപ സമൃദ്ധമായി ദൈവം എല്ലാവർക്കും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.